നമസ്കാരം. IPLന്റെ പുതിയ സീസൺ റോയലായി തുടങ്ങി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഉദ്ഘാടന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 6 വിക്കറ്റിനാണ് തകർത്തത്. 202 റൺസ് വിജയലക്ഷ്യം. 4 വിക്കറ്റ് നഷ്ടത്തിൽ 15.4 ഓവറിലാണ് ബംഗളൂരു മറികടന്നത്. അർദ്ധ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കലിന്റെയും വിരാട് കോഹ്ലിയുടെയും വെടിക്കെട്ട് ബാറ്റിംഗാണ് RCBക്ക് അനായാസ ജയമൊരുക്കിയത്. കോഹ്ലി 38 പന്തിൽ 69 റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ പടിക്കൽ 26 പന്തിൽ 61 റൺസ് എടുത്ത് പുറത്തായി. ഹൈദരാബാദിനായി ഡേവിഡ് പെയിൻ 2 വിക്കറ്റ് വീഴ്ത്തി. IPL ചരിത്രത്തിലെ റൺ ചേസിൽ മാത്രം 4000 റൺസ് പിന്നിടുന്ന ആദ്യ താരമെന്ന റെക്കോർഡും 64ാം അർദ്ധ സെഞ്ചുറി തികച്ച കോഹ്ലി സ്വന്തമാക്കി. 202 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ RCBക്ക് 2ാം ഓവറിൽ തന്നെ ഓപ്പണർ ഫിൽ സോൾട്ടിനെ നഷ്ടമായി. എന്നാൽ 3ാം നമ്പറിൽ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ ദേവദത്ത് പടിക്കലിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് RCBക്ക് തകർപ്പൻ തുടക്കം നൽകിയ 21 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച പടിക്കൽ 26 പന്തിൽ 7 4ഉം 4 6ഉം പറത്തി 61 റൺസ് എടുത്ത് പുറത്താകുമ്പോൾ RCB 8.4 ഓവറിൽ 110 റൺസിലെത്തിയിരുന്നു. തുടർന്ന് ക്രീസിലെത്തിയ നായകൻ രജത് പാട്ടീദാർ 12 പന്തിൽ 31 റൺസ് എടുത്ത് വിജയത്തിലേക്കുള്ള യാത്രയും എളുപ്പമാക്കി. ജിതേഷ് ശർമ്മ ഗോൾഡൻ ഡെക്കായെങ്കിലും കോഹ്ലിയും ടിം ഡേവിഡും 10 പന്തിൽ 16 റൺസ് എടുത്തു കൂടുതൽ വിക്കറ്റ് നഷ്ടമില്ലാതെ RCBയുടെ ജയം ആധികാരികമാക്കി. പെയിന് പുറമെ ജയദേവ് ഉനദ്ഘഡ്, ഹർഷ് ദുബെ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. നേരത്തെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദ് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിലാണ് 201 റൺസ് എടുത്തത്. നായകൻ ഇഷാൻ കിഷന്റെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയും അവസാന ഓവറുകളിൽ അനികേത് വർമ്മ നടത്തിയ വെടിക്കെട്ടുമാണ് സൺറൈസേഴ്സിനെ 200 കടത്തിയത്. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും നിതീഷ് കുമാർ റെഡ്ഡിയും പവർ പ്ലേയിൽ തന്നെ മടങ്ങിയതോടെ തുടക്കത്തിലെ 29-3 തകർന്നടിഞ്ഞ ഹൈദരാബാദിനെ ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിച്ച ഇഷാൻ കിഷനാണ് കരകയറ്റിയത്. 4ാം വിക്കറ്റിൽ ഹെൻറിച്ച് ക്ലാസനൊപ്പം 97 റൺസ് കൂട്ടുകെട്ടിലൂടെ കിഷൻ ഹൈദരാബാദിനെ ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചു. തുടക്കം മുതൽ RCB ബൗളർമാരെ കടന്നാക്രമിച്ച കിഷൻ 38 പന്തിൽ നിന്നും 80 റൺസാണ് അടിച്ചുകൂട്ടിയത്. 8 ഫോറുകളും 5 കൂറ്റൻ സിക്സറുകളുമാണ് ഇദ്ദേഹം പറത്തിയത്. എന്തായാലും കിഷനെ ഫുൾ സോൾട്ട് പറന്നു പിടിച്ചതിന് പിന്നാലെ ഹൈദരാബാദിന് വീണ്ടും മടിതെറ്റിയെങ്കിലും അവസാന ഓവറുകളിൽ അനികേത് വർമ്മ നടത്തിയ പ്രകടനം സ്കോർ 200 കടത്തി. വെറും 18 പന്തിൽ നിന്നും 43 റൺസാണ് അനികേത് അടിച്ചുകൂട്ടിയത്. 4 സിക്സറുകളും 1 ഫോറും അടങ്ങുന്നതായിരുന്നു അനികേത്തിന്റെ ഇന്നിംഗ്സ്. RCBക്കായി അരങ്ങേറ്റ മത്സരം കളിച്ച ജേക്കബ് ഡഫി 4 ഓവറിൽ 22 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് എടുത്തപ്പോൾ റൊമാരിയോ ഷെപ്പേർഡും 3 വിക്കറ്റ് എടുത്തു. ഭുവനേഷ് കുമാർ, അഭിനന്ദൻ സിംഗ്, സുയാഷ് വർമ്മ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ ആധിപത്യം പുലർത്തിക്കൊണ്ട് IPL പുതിയ സീസൺ ആധികാരികമായ തുടക്കമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കുറിച്ചിരിക്കുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ആരാധകരെ സാക്ഷിയാക്കി വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് പ്രകടനവും ദേവദത്ത് പടിക്കലിന്റെ വെടിക്കെട്ട് ബാറ്റിംഗും RCBക്ക് അനായാസ വിജയം സമ്മാനിച്ചു. 202 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം വെറും 15.4 ഓവറിൽ മറികടന്നത് ടീമിന്റെ കരുത്ത് വിളിച്ചോതുന്നതാണ്. ഇഷാൻ കിഷന്റെയും അനികേത് വർമ്മയുടെയും പോരാട്ട വീര്യത്തിൽ ഹൈദരാബാദ് മികച്ച സ്കോർ പടുത്തുയർത്തിയെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിയ ജേക്കബ് ഡഫിയുടെയും റൊമാരിയോ ഷെപ്പേർഡിന്റെയും ബൗളിംഗ് പ്രകടനം കളി ബംഗളൂരുവിന് അനുകൂലമാക്കുകയായിരുന്നു.